നമ്മളെ തേടിയെത്തുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് അമ്പൂരിയിൽ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. മകൻ അച്ഛനെ അടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. അമ്പൂരി കുരുവിക്കോണത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അമ്പൂരി സ്വദേശി തോമസ് എബ്രഹാമാണ് മരിച്ചത്. മകൻ ഷൈനു തോമസ് വെള്ളറട പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അപ്പോൾ എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. ഷീജ ഒരിക്കൽ കൂടി ചേരുകയാണ്. ഷീജ, എപ്പോഴായിരുന്നു ഈ കൊലപാതകം നടന്നത്? നിലവിൽ ഇപ്പോൾ പ്രതി പോലീസ് കസ്റ്റഡിയിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും സിന്ധൂരി, ദാരുണമായൊരു സംഭവമാണ് തിരുവനന്തപുരം അമ്പൂരിയിൽ ഉണ്ടായിരിക്കുന്നത്. മകൻ ഷൈനുവിന്റെ വിവാഹ വാർഷികാഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം. ആ വാർഷികത്തിനിടയിൽ ഉണ്ടായ ചെറിയ തോതിലുള്ള വാക്കുതർക്കം അതാണ് മൂർച്ഛിക്കുകയും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. തുടർന്നാണ് ഷൈനുവിന്റെ പിതാവ് അതായത് തോമസ് എബ്രഹാമിനെ കസേര കൊണ്ട് തലയ്ക്കടിക്കുന്നത്. ആ തലയ്ക്ക് കസേര കൊണ്ട് അടിയേറ്റതിനെ തുടർന്ന് തോമസ് വീഴുകയായിരുന്നു. തുടർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഈ തലക്കേറ്റ അടി തന്നെയാണ് മരണകാരണം എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഷൈനുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം അമ്പൂരിയിലെ കുരുവിക്കോണത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് 62 വയസ്സാണ്. ഷൈനുവിന് 38 വയസ്സുമാണ്. ഏതായാലും ദാരുണമായ ഒരു സംഭവമാണ്. ഇപ്പോൾ ഷൈനു പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഈ തോമസിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതായിരിക്കും. മെഡിക്കൽ കോളേജിൽ മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മൃതദേഹം വിട്ടുകൊടുക്കുക. അതോടൊപ്പം തന്നെ മരണകാരണം ഈ തലക്കേറ്റ അടി തന്നെയാണോ എന്നതും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിക്കുന്ന മുറയ്ക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും എല്ലാവരും ഈ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അതേ തുടർന്ന് മകൻ അച്ഛൻ്റെ തലയ്ക്ക് ഈ കസേര കൊണ്ട് അടിക്കുന്ന ദാരുണമായ സംഭവം ഉണ്ടാകുന്നതും. സിന്ധൂരി, ശരി, വ്യക്തമാണ് ഷീജ. ഇത്തരത്തിൽ വിവാഹ വാർഷിക ആഘോഷം നടക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു ചെറിയ വാക്കുതർക്കം ഒരു വലിയ കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് നമ്മളെ തേടിയെത്തിയത്. ഇപ്പോൾ നമുക്കൊരു ഇങ്ങനെയൊക്കെ ഒരു ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് അനിയന്ത്രിതമായി പോവുകയും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് മാറുന്ന ഒരു കാഴ്ച അതേറെ വേദനാജനകമാണ്. എന്തായാലും പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രാഥമികമായ നിഗമനം ഈ മകൻ പിതാവിനെ കസേര കൊണ്ട് അടിച്ച ആ അടി തന്നെയാണ് മരണകാരണം എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസിന്റെ വിലയിരുത്തൽ. ഷീജയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.